6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ ടുവേർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്ന് പറയുന്ന യൂണിറ്റിലെ പാഠഭാഗവും അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഓൾ ദാറ്റ് യു ആർ. നോ ദാറ്റ് ദോർ ഈസ് സംതിങ് ഇൻസൈഡ് യു ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എനി ഒബ്സ്ട്രാക്കിൾ. അല്ലെ, ആര് പറഞ്ഞതാ? ക്രിസ്റ്റ്യൻ ഡി ലാർസൺ പറഞ്ഞ വാക്കുകളാണ്. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങൾ ആരാണെന്നതിൽ വിശ്വസിക്കുക, ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് തിരിച്ചറിയുക എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. എന്നിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ വിനീഷ ഉമശങ്കർ ഏൺസ് ഗ്ലോബൽ പ്രൈസ്, അല്ലേ? അവിടെ തന്നിട്ടില്ലേ? പിക്ചറിൽ കണ്ടോ നിങ്ങളെ? ആദ്യം പറഞ്ഞ കോട്ടില് എന്താണ്? സ്വയം വിശ്വസിക്കാനും നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ചു നിൽക്കാനും ഈ ഉദ്ധരണി, ഈ വാക്കുകൾ പറയുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഏതൊരു പ്രശ്നത്തെക്കാളും വലുതും ശക്തവുമായ ഒരു പ്രത്യേക ശക്തി നിങ്ങൾക്കുള്ളിലുണ്ടെന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള ആന്തരിക ശക്തി നിങ്ങൾക്കുണ്ടെന്ന് ഓർമ്മിക്കാനാണ് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് വിനീഷ ഉമശങ്കറിനെ കുറിച്ചിട്ട്. 50 years old environmentalist from India, received a standing ovation at 2021 UN Climate Change Conference for her passionate speech on climate action. At 12, Vinisha invented a solar-powered ironing cart to reduce pollution, earning her the Children's Climate Prize in 2020 and making her a finalist for a Earthshot Prize. Her statements, "I am a girl from Earth," inspire many, highlighting her as a leading voice for youth-driven environmental change. അല്ലേ, ഇവിടെ വിനീഷ ഉമശങ്കർ ഗ്ലോബൽ പ്രൈസ് ഏൺ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. For what did Vinisha Umashankar receive a standing ovation? വിനീഷ ഉമശങ്കറിനെ കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് എന്തിനാണ്? For her passionate speech on climate action. What did she invent at the age of 12? 12-ാം വയസ്സിൽ അവൾ എന്താണ് കണ്ടുപിടിച്ചത്? A solar powered ionic cart. Do you believe anyone can be inventor or do you need special skills? ആർക്കും ഒരു കണ്ടുപിടുത്തക്കാരനാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് പ്രത്യേക കഴിവുകൾ ആവശ്യമുണ്ടോ? എന്താണ്? Anyone can become an inventor. It does not need any special skill. All you need is a real curiosity about the world and a strong desire to solve problems. If you could invent something, what would it be? നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതെന്തായിരിക്കും? ഒരു മോഡൽ പറയുക. എന്നിട്ട് എന്താണ്? If I could invent something, it could be a robot that can assist and help children with a special needs. അല്ലേ, ഇത് കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇനി നമുക്ക് ദ ബോയ് ഹൂ ഹാൻസഡ് ദ വിൻഡ്, അല്ലെ, കാറ്റിനെ മെരുക്കിയ ബാലൻ, വില്യം കാംക്വാബ ആൻഡ് ബ്രയാൻ മെലർ എഴുതിയ ഒരു സ്റ്റോറിയാണ്. ദിസ് ഇസ് ദ ട്രൂ സ്റ്റോറി, അല്ലെ, ഇതൊരു ശരിയായ ഒരു യഥാർത്ഥ കഥയാണ്. ദിസ് ഇസ് എ ട്രൂ സ്റ്റോറി ഓഫ് എ ബോയ് നെയ്മഡ് വില്യം, എ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് who built a windmill to generate electricity for his village using scrap materials. His story shows that one child can make a big difference. ഇതൊരു യഥാർത്ഥ കഥയാണ്. സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും പഴയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ടൊരു കാറ്റടി യന്ത്രം ഉണ്ടാക്കി തൻ്റെ ഗ്രാമത്തിൽ വൈദ്യുതി എത്തിച്ച വില്യം എന്നൊരു ബാലൻ്റെ കഥയാണ് ഇത്. ഒരു കുട്ടിക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. The boy who harnessed the wind. In a small village in Mawali, a poor country in Africa,
People had no money for lightening their homes. So the villagers, most of them small farmers, went to bed as soon as night fell. But for William, a young boy, darkness was the time for dreams. He dreamed to putting together things and taking them apart. എന്താണ് തീർത്തും ദരിദ്രനായ ഒരു ആഫ്രിക്കൻ രാജ്യമായ മലാവിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആളുകൾക്ക് വീടുകളിൽ എന്താണ് വിളക്ക് കത്തിക്കാൻ പോലും അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. അതുകൊണ്ട് കർഷകരായിരുന്ന ഗ്രാമീണരിൽ മിക്കവരും നേരം ഇരുട്ടുമ്പോൾ തന്നെ ഉറങ്ങാൻ കിടക്കും, അല്ലെ, കിടക്കാറാണ് പതിവ്. എന്നാൽ വില്യം എന്ന ഒരു കൊച്ചു കുട്ടിക്ക് ഇരുട്ട് സ്വപ്നങ്ങൾ കാണാനുള്ള സമയമായിരുന്നു. സാധനങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ചും അവയെ വേർപ്പെടുത്തുന്നതിനെ കുറിച്ചുമൊക്കെ അവൻ സ്വപ്നം കണ്ടു. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. He kept a toy truck with wheels, made a bottle cap under his bed. He was fascinated by music he heard on the radio. Where were the musicians and singers? He would wonder. He would crack open old radios to find them. അവൻ്റെ കട്ടിലിനടിയിൽ അടപ്പുകൾ കൊണ്ട് ചക്രങ്ങൾ ഉണ്ടാക്കിയ കളിപ്പാട്ട ട്രക്കുകൾ ഉണ്ടായിരുന്നു. റേഡിയോയിൽ കേൾക്കുന്ന സംഗീതത്തിൽ അവൻ അതീവ താല്പര്യമുള്ളവനായിരുന്നു. സംഗീതജ്ഞനും ഗായകരും എവിടെയാണെന്ന് അവൻ അത്ഭുതപ്പെട്ടു. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ എന്താ ചെയ്തത്? പഴയ റേഡിയോകൾ പൊട്ടിച്ചു നോക്കുമായിരുന്നു. As he lay awake, his grandpa's tales of magic flashed through his mind. Ghost dancers in the story seemed to twirl before his eyes. എന്താ പറയുന്നത്? അവൻ ഉറങ്ങാതെ കിടക്കുമ്പോൾ മുത്തച്ഛൻ്റെ മാന്ത്രിക കഥകൾ അവൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. കഥകളിലെ പ്രേത നർത്തകർ അവൻ്റെ കൺമുന്നിൽ കറങ്ങുന്നതായിട്ട് അവൻക്ക് തോന്നി. As William worked in the fields at dawn, he imagined he could see magical beings among the rows of maize. As tracks rumbled across the paths, he wondered how their engine made them go. എന്താണ് പ്രഭാതത്തിലെ വില്യം വയലുകളിലെ എന്ത് ചെയ്യും? ജോലി ചെയ്യുമ്പോൾ ചോളത്തിൻ്റെ നീരകൾക്കിടയിൽ മാന്ത്രിക ജീവികളെ കാണാൻ കഴിയുമെന്ന് അവൻ സങ്കല്പിച്ചു. ട്രക്കുകൾ പാതയിലൂടെ ഇരമ്പി നീങ്ങുമ്പോൾ അവയുടെ എഞ്ചിനുകൾ എങ്ങനെയാണ് അവയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അവൻ അത്ഭുതപ്പെട്ടു. Look, where you throw your horse, his father would shout, shaking him out of his dreamy thoughts. എവിടെയാണ് നീ മൺവെട്ടി എറിയുന്നത്? നോക്കൂ, അവൻ്റെ അച്ഛൻ്റെ ശബ്ദം സ്വപ്ന ചിന്തകളിൽ നിന്ന് അവനെ കുടഞ്ഞെഴുന്നേൽപ്പിച്ചു. But the magical beings of William's imagination could not bring rain. Without water, the angry sun scorched the fields. The farmers' prayers for rain went unanswered. The rows of maize turned into dust without food. Malawi began to starve. Soon William's father gathered the children and said, From now on, we eat only one meal per day. Make it fast. എന്നാൽ വില്യമിൻ്റെ ഭാവനയിലെ മാന്ത്രിക ജീവികൾക്ക് മഴ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. വെള്ളമില്ലാതെ കോപിഷ്ഠനായ സൂര്യൻ എന്തു ചെയ്തു? വയലുകളെ ചുട്ടുപൊള്ളിച്ചു. കർഷകരുടെ മഴക്കായുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടായില്ല. ചോളത്തിൻ്റെ നിരകൾ പൊടിമണ്ണായിട്ട് മാറി. ഭക്ഷണമില്ലാതെ മലാവി പട്ടിണിയിലാകാൻ തുടങ്ങി. താമസിയാതെ വില്യമിൻ്റെ അച്ഛൻ കുട്ടികളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇനി മുതൽ നമ്മൾ ഒരു ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ. അത് ശ്രദ്ധിച്ച് കഴിക്കുക, അല്ലേ? In the evenings, they sat around the lantern and ate their handful of food, watching hungry people pass like spirits along the roads. വൈകുന്നേരങ്ങളിലെ വിശന്ന ആളുകളെ ആത്മാക്കളെ പോലെ പാതകളിലൂടെ കടന്നു പോകുന്നത് നോക്കിയിരുന്നിട്ട് അവർ റാന്തലിന് ചുറ്റുമിരുന്ന് ഒരു പിടി ഭക്ഷണം കഴിച്ചു.
Money also disappeared with the rain. Only a few lucky children could go to school. William was one of the dropouts. For weeks, he sucked under a mango tree. Then he remembered a library down the road. In the library, he found science book filled with brilliant pictures. With some difficulty, he started reading. Soon he learned how engines moved the big trucks and how radios pulled music from the sky. എന്താണ് മഴയോടൊപ്പം പണവും ഇല്ലാതായി. ഭാഗ്യമുള്ള കുറച്ച് കുട്ടികൾക്ക് മാത്രമേ സ്കൂളിൽ പോകാൻ കഴിഞ്ഞുള്ളൂ. വില്യം പഠനം നിർത്തിയവരിൽ ഒരാളായിരുന്നു. ആഴ്ചകളോളം അവൻ ഒരു മാവിൻ ചുവട്ടിൽ പിണങ്ങിയിരുന്നു. അപ്പോൾ റോഡരികിലുള്ള ഒരു ലൈബ്രറിയെ കുറിച്ച് അവൻ ഓർത്തു. ലൈബ്രറിയിലെ തിളക്കമുള്ള ചിത്രങ്ങളുള്ള ശാസ്ത്ര പുസ്തകങ്ങൾ അവൻ കണ്ടെത്തി. കുറച്ച് ബുദ്ധിമുട്ടോടെ അവൻ വായിക്കാൻ തുടങ്ങി. താമസിയാതെ എഞ്ചിനുകൾ എങ്ങനെ വലിയ ട്രക്കുകളെ ചലിപ്പിക്കുന്നുവെന്നും റേഡിയോകൾ എങ്ങനെ ആകാശത്ത് നിന്ന് സംഗീതം വലിച്ചെടുക്കുന്നുവെന്നുമൊക്കെ അവൻ പഠിച്ചെടുത്തു. But what attracted him the most was the picture of the machine, taller than the tallest tree he had seen. It had huge blades like a fan. It looked like a giant pinwheel. William read on. He learned that it was a machine that produced electricity and pumped water. അല്ലേ? എന്താണ് ആ എന്നാൽ അവനെ ഏറ്റവും ആകർഷിച്ചത് അല്ലെ അട്രാക്റ്റഡ് അവനെ ഏറ്റവും ആകർഷിച്ചത് അവൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ മരത്തേക്കാൾ വലിയ ഒരു യന്ത്രത്തിന്റെ ചിത്രമായിരുന്നു. അതിന് ഒരു ഫാനിന്റെ വലിയ ബ്ലേഡുകൾ ഉണ്ടായിരുന്നു. അതൊരു ഭീകരമായ കാറ്റാടി പോലെ തോന്നി. വില്യം തുടർന്ന് വായിച്ചു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു യന്ത്രമാണിതെന്ന് അവന് മനസ്സിലായി. William closed his eyes. He saw the machine drawing cool water from the ground. The water gushed through the thirsty fields, turning the maize tall and green. The windmill was more than a machine. It was a weapon to fight hunger. എന്താണ് വില്യം കണ്ണുകൾ അടച്ചു. തണുത്ത വെള്ളം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന യന്ത്രം അവൻ കണ്ടു. ദാഹിച്ചു നിൽക്കുന്ന പാടങ്ങളിലൂടെ കുതിച്ചൊഴുകി ചോളത്തിനെ ഉയരമുള്ളതും പച്ച നിറമുള്ളതുമാക്കി മാറ്റി. കാറ്റാടി യന്ത്രം ഒരു യന്ത്രം എന്നതിലുപരി വിശപ്പിനെതിരെ പോരാടാനുള്ള ഒരു ആയുധമായിരുന്നു. I will make an electric wind, William whispered to him. ഞാൻ ഒരു കാറ്റാടി യന്ത്രം ഉണ്ടാക്കും, വില്യം സ്വയം മന്ത്രിച്ചു. The junkyard in the village was a treasure house to William. He found things that would help him release his grand dream. Some things he could just pick up, like a tractor fan or some pipe. Other things like bearings and bolts he had to remove. He had to strain every muscle in his body. The wheel for the electric wind was a big problem, but after much wrangling, William got it. William's father allowed him to take out one of the wheels of his bicycle. It was a big sacrifice. The bicycle was his family's only vehicle. എന്താണ് ഗ്രാമത്തിലെ ആക്രി സാധനങ്ങൾ ഇടുന്ന സ്ഥലം വില്യമിന് ഒരു നിധിപ്പുരയായിരുന്നു. തൻ്റെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന സാധനങ്ങൾ അവൻ അവിടെ കണ്ടെത്തി. ട്രാക്ടർ ഫാൻ, ചില പൈപ്പുകൾ എന്നിവ പോലുള്ള ചില സാധനങ്ങൾ അവന് എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞു. ബെയറിങ്ങുകളും ബോൾട്ടുകളും പോലെയുള്ളവ അവന് ഊരിയെടുക്കേണ്ടി വന്നു. അവന്റെ ശരീരത്തിലെ ഓരോ പേശികളും അവനെ ആയാസപ്പെടുത്തേണ്ടി വന്നു. വൈദ്യുതി കാറ്റിനായുള്ള ചക്രം വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഏറെ പ്രയത്നത്തിന് ശേഷം വില്യം അത് നേടി. വില്യമിന്റെ അച്ഛൻ അവന്റെ സൈക്കിളിന്റെ ഒരു ചക്രം എടുക്കാൻ അവനെ അനുവദിച്ചു. അതൊരു വലിയ ത്യാഗമായിരുന്നു. സൈക്കിൾ അവരുടെ കുടുംബത്തിന്റെ ഏക വാഹനമായിരുന്നു.
Go away, William shouted to the birds and spiders which had made the junkyard their home. പോ തന്റെ താവളമാക്കി മാറ്റിയ പക്ഷികളോടും ചിലന്തികളോടും വില്യം അലറി. As William carried his prized possessions homes, the villagers said to each other, he is crazy, only crazy people play with the trash. വില്യം തന്റെ വിലയേറിയ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗ്രാമീണർ പരസ്പരം പറഞ്ഞു, അവന് ഭ്രാന്താണ്, ഭ്രാന്തന്മാർ മാത്രമേ ചവറ്റുകൂനയിൽ കളിക്കൂ എന്ന്. After many weeks, William arranged his pieces in the dirt. A broken bicycle, rushed bottle cap, and plastic pipe. There was even a small generator that powered a headlight on a bike. ആഴ്ചകൾക്ക് ശേഷം വില്യം തന്റെ സാധനങ്ങൾ നിലത്ത് നിരത്തി. ഒരു തകർന്ന സൈക്കിൾ, തുരുമ്പിച്ച കുപ്പിയുടെ അടപ്പുകൾ, പ്ലാസ്റ്റിക് പൈപ്പ്, ഒരു സൈക്കിളിന്റെ ഹെഡ്ലൈറ്റിന് വൈദ്യുതി നൽകുന്ന ഒരു ചെറിയ ജനറേറ്ററും ഉണ്ടായിരുന്നു. For 3 days, he bottled, banked and tinkered. 3 ദിവസത്തോളം അവന് സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് അടിച്ചുറപ്പിച്ചു, കേടുപാടുകൾ തീർത്തു. Chickens quacked, dogs howled, and neighbors shook their heads. What's the crazy boy doing now? The neighbors asked themselves. But his cousin jo- Geoffrey and his best friend Gilbert soon appeared. Can we help with the electric wind? They asked him. Get your axes and follow me, William said. എന്താണ് കോഴികൾ കൂവി, നായ്കൾ ഓരിയിട്ടു, അയൽക്കാർ തലയാട്ടി. ഈ ഭ്രാന്തൻ ഇത് എന്താണ് ചെയ്യുന്നത്? അയൽക്കാർ പരസ്പരം ചോദിച്ചു. പക്ഷെ അവന്റെ ബന്ധു ജെഫ്രിയും അവന്റെ ഉറ്റ സുഹൃത്ത് ഗിൽബർട്ടും അവിടെ എത്തി. കാറ്റാടി യന്ത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കണോ? അവർ അവനോട് ചോദിച്ചു. നിങ്ങളുടെ കോടാലി എടുത്ത് എന്നെ പിന്തുടരുക എന്ന് വില്യം അവരോട് പറഞ്ഞു. William took them to the forest. Together they swung their sharp blades into the trunks of trees. They cut long planks and hammered them together to make the tower for the windmill. They erected the tower and fixed the huge blades on the top. വില്യം അവരെ കാട്ടിലേക്ക് കൊണ്ടുപോയി. അവർ ഒരുമിച്ച് അവരുടെ മൂർച്ചയുള്ള കത്തികൾ കൊണ്ട് മരങ്ങളുടെ തടികൾ മുറിക്കാൻ തുടങ്ങി. അവർ നീളമുള്ള പലകകൾ മുറിച്ച് ആണി അടിച്ച് യോജിപ്പിച്ചിട്ട് കാറ്റാടി യന്ത്രത്തിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി. അവർ അത് സ്ഥാപിക്കുകയും വലിയ ബ്ലേഡുകൾ അതിനു മുകളിൽ ഉറപ്പിക്കുകയും ചെയ്തു. William had made a crude motor which would rotate as the wind turned the blades. As soon as the wind was strong enough to turn the blades, he connected the wires from the motor to a bulb. വില്യം ഒരു താൽക്കാലിക മോട്ടോർ ഉണ്ടാക്കിയിരുന്നു. കാറ്റ് ബ്ലേഡുകളെ കറക്കുമ്പോൾ അത് കറങ്ങുമായിരുന്നു. കാറ്റിന് ബ്ലേഡുകളെ കറക്കാൻ ആവശ്യമായ ശക്തി ലഭിച്ചയുടൻ അവൻ മോട്ടോറിൽ നിന്നും ഒരു ബൾബിലേക്ക് വയറുകൾ ഘടിപ്പിച്ചു. വില്യം, ജെഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് excitedly as the light glowed. It glowed faintly at first, but as the wind became stronger, it burned bright like the sun. വില്യം, ജെഫ്രി, ഗിൽബർട്ട് എന്നിവർ വെളിച്ചം പ്രകാശിക്കുന്നത് ആവേശത്തോടെ കണ്ടു. ആദ്യം അത് മങ്ങിയ വെളിച്ചമായിരുന്നു. എന്നാൽ കാറ്റ് ശക്തിപ്പെട്ടപ്പോൾ അത് സൂര്യനെ പോലെ തിളങ്ങി. വെൽ ഡൺ, വൺ ഓഫ് ദ onlookers shouted. Soon everybody started cheering. എന്താണ്, നന്നായിട്ടുണ്ട്, കാഴ്ചക്കാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ എല്ലാവരും ആർപ്പ് വിളിക്കാൻ തുടങ്ങി. I have made an electric wind, William shouted ecstatically. എന്താണ്, ഞാൻ ഒരു കാറ്റാടി യന്ത്രം ഉണ്ടാക്കി, വില്യം ആഹ്ലാദത്തോടെ പറഞ്ഞു. അല്ലെ, എക്സാക്റ്റിക്കലി എന്ന് പറഞ്ഞാൽ ആഹ്ലാദത്തോടെ. But William knew he had just begun. He had only managed to light a bulb with his windmill, but he had made the beginning.
Soon another more powerful windmill would work a pump. It would water the fields in his village, creating food where once there was none. It would be a more wonderful magic than what he had heard in his grandpa's stories. എന്താണ് എന്നാൽ വില്യം താൻ തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് മനസ്സിലാക്കിയിരുന്നു. തൻ്റെ കാറ്റാടി യന്ത്രം കൊണ്ട് ഒരു ബൾബ് കത്തിക്കാൻ മാത്രമേ അവന് കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അവൻ ഒരു തുടക്കം കുറിച്ചിരുന്നു. താമസിയാതെ കൂടുതൽ ശക്തമായ മറ്റൊരു കാറ്റാടി യന്ത്രം ഒരു പമ്പ് പ്രവർത്തിപ്പിക്കുകയും അത് അവൻ്റെ ഗ്രാമത്തിലെ വയലുകളിൽ വെള്ളം എത്തിക്കുകയും ഒരു കാലത്ത് ഒന്നുമില്ലായിരുന്നിടത്ത് ഭക്ഷണം വിളയുകയും ചെയ്യും. അത് അവൻ്റെ മുത്തച്ഛൻ്റെ കഥകളിൽ കേട്ടതിനേക്കാൾ അത്ഭുതകരമായ മാന്ത്രിക വിദ്യയായിരിക്കും. ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷന്. നമ്മൾ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ട് ഇതിൻ്റെ വർക്കും ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.